ഹലോ, നമസ്കാരം. എന്താ വർത്താനൊക്കെ? ഓരോ ദിവസത്തിനും മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോൾ നെഞ്ഞിങ്ങനെ പൊട്ടണ ഓരോ വാർത്തകൾ. ആ കുട്ടീൻ്റെ വാർത്ത തന്നെ. രാജസ്ഥാനിൽ 13 വയസ്സായൊരു കുട്ടിനെ ഒരു ചെങ്ങായി അല്ല, ഒരു ചെറ്റ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി വിറ്റു. 13 വയസ്സായൊരു കുട്ടിക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലായിട്ട് ഒരാഴ്ചത്തോളം 30-ലേറെ ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. കേൾക്കുമ്പോൾ ഒരു വേദനയാണ്. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കിടന്നാണ്ട് അമ്മൻ്റെ മടിയിൽ, അച്ഛനിപ്പുറത്തെ അമ്മൻ്റെ മടിയിൽ കിടന്ന് പറയണ വർത്താനം എന്താന്ന് വരെ ആ കുട്ടിക്ക് വരെ അറിയില്ല. പരമാവധി നിങ്ങളെ അഭിപ്രായം എന്താ? പരമാവധി ശിക്ഷ എത്രയൊക്കെ കിട്ടേണ്ടത്, എങ്ങനെ കിട്ടേണ്ടത്? ഗവൺമെൻറ്റിലാക്കി നായിൻ്റെ മക്കളൊക്കെ ഒരുത്തനപ്പം ഇന്നത്തെ വാർത്തയിൽ കേട്ടു, തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കി വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊല്ലപ്പോൾ അതൊന്നും പോരാ. ഓരോ ഭാഗം അരിഞ്ഞിങ്ങനെ ഓരോ ദിവസം പച്ച വെള്ളം കൊടുക്കാതെ, പുറം ലോകം കാണാതെ ഓരോ ഭാഗം അരിഞ്ഞെടുത്ത് ആ വേദനയുണ്ട് വേദനിച്ച് നീറിച്ചാകണം. അപ്പോൾ നായിൻ്റെ മക്കൾ, തന്തിയില്ലാത്ത മൃഗങ്ങൾ. നല്ലോണം ഓർമ്മ വെച്ചാൽ പശ്ചിമ ബംഗാളിലും അവിടെ ഇവിടെ നടക്കണ മാറിയല്ല. ഇവിടെ ഇനി ഏത് സംസ്ഥാനക്കാരനാണെങ്കിലും, ഇവിടുത്തോനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും, ഇവിടെയൊക്കെ അങ്ങനെ സംഭവിച്ച അപ്പം വെട്ടോൻ്റെ ആ കച്ചും കാലും തലയും നല്ലോണം ഓർമ്മ വെച്ച് നടന്നുകൊണ്ടു. ഇവിടെ അങ്ങനെ ആരെയും ഉദ്ദേശിച്ച് നടക്കണ്ടെങ്കിൽ ഇത് രാജസ്ഥാനാവൂല. ഇവിടെ അപ്പക്കപ്പളെ കിട്ടും. പരമാവധി എത്ര ശിക്ഷ കിട്ടണം അവർക്ക്? നിങ്ങളുടെ അഭിപ്രായം എന്താ? തൂക്കിക്കൊന്നാതൊരു സുഖം വേറെ, ഒറ്റയടിക്ക് ചാകുകയാണ്, അങ്ങനെ മതിയാവില്ല. ഏതായാലും ആ കുട്ടിൻ്റെ ഒരു അവസ്ഥ എന്താ ഇതിനൊക്കെ കാട്ടും. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കിടന്നിങ്ങനെ എന്തൊക്കെ പറയുന്നു. കുട്ടിക്കനെ ലാസ്റ്റ് അള്ളാനെ വിളിച്ചിട്ടുണ്ട്. ആ കുട്ടി ലാസ്റ്റക്ക് അല്ലാ എന്ന് പറയുന്നുണ്ട്. പടച്ചോനെ വിളിച്ചിട്ടുണ്ട്. എന്തങ്ങനെയൊക്കെ മനുഷ്യന്മാർ 30 ആൾക്കാർ ഒന്നിനാത്തരം പോന്ന പോത്താൾ, പന്നിൻ്റെ മക്കൾ.